നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ബാർസലോണയ്ക്കിന്റെ മുമ്പിൽ ചെൽസി ഒരു പ്രപ്പോസൽ വിട്ടു. എൻകുങ്കു ഫെർമിൻ ലോപ്പസ് സ്വാപ്പ് പ്രപ്പോസൽ. ബാർസലോണ ഓൺ ദ സ്പോട്ട് തന്നെ അത് റിജക്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ബാർസലോണ ഫെർമിൻ ലോപ്പസ് പേഴ്സണലി ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടാതെ സെല്ല് ചെയ്യുന്ന കാര്യം കൺസിഡറേ ചെയ്യുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് ഫെർമിൻ ലോപ്പസിന് ബാർസലോണയെ തുടരാനായിട്ടും ഹി ബിലീവ്സ് നെക്സ്റ്റ് സീസൺ പുള്ളിക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സീസൺ എൻഡ് ചെയ്തപ്പം പുള്ളി സിഗ്നിഫിക്കൻ്റ് ബാർസൽ സ്റ്റാർട്ടർ തന്നെ ആയെന്ന് പറയാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ നെക്സ്റ്റ് സീസൺ പുള്ളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഫെർമിൻ ലോപ്പസിനുള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ചെൽസി എൻകുങ്കുവിനെ എങ്ങനെയും വിറ്റ് ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് അറിയാം. എൻകുങ്കുവിന് ഇപ്പോൾ ബുണ്ടസ് ലീഗയിൽ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു സീരിയസ് ആയിട്ടുള്ള അവർ ആസ്ക് ചെയ്യുന്ന അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ വരുന്നില്ല. ബട്ട് ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് എന്തായാലും ബാർസലോണ എൻകുങ്കു ഫെർമിൻ ലോപ്പസ് ഡീല് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എൻസോ മരസ്കയ്ക്ക് ഫെർമിൻ ലോപ്പസിനെ ഭയങ്കര താല്പര്യമാണ്. സീരിയസ്ലി ഇന്റർലി ഡിസ്കസ് ചെയ്യുന്ന ഒരു നെയിമാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ എൻകുങ്കു സ്വാപ്പ് ഡീൽ എന്തായാലും നടക്കത്തില്ല. ബാർസലോണ സെല്ല് ചെയ്യാനായിട്ട് ഇപ്പം പ്ലാൻ ഇല്ല. അതുപോലെ തന്നെ ടെർസ്റ്റഗനും നമ്മുടെ ഫ്ലിക്കിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പം മോശമാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി ഇന്റർ മിലാൻ അഗെയിൻസ്റ്റ് സെക്കൻഡ് ലെഗ് സാൻസിറോയ്ക്ക് മുമ്പ് അവർക്കിടയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നും ആ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടെർസ്റ്റഗൻ ഡിമാൻഡ് ചെയ്തായിരുന്നു എന്നുള്ളത്. ടെർസ്റ്റഗന്റെ ഏജന്റ് ത്രൂ അങ്ങനെ ഒരു നീക്കം നടത്തിയെന്നും അത് ഫ്ലിക്കിന് ഇഷ്ടപ്പെട്ടില്ല. ഫ്ലിക്ക് ഷെസ്നെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അഥവാ ആ ഒരു കൺസിഡർ പോലും ചെയ്തില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് അവർക്കിടയിൽ സീസൺ എൻഡ് ചെയ്ത രീതി അധികം പോസിറ്റീവായിട്ടല്ലായിരുന്നു പിന്നീടുള്ള ട്രെയിനിങ് സെഷനിലും മറ്റുമൊക്കെ എന്നാണ് ഇപ്പം സ്പെയിനിൽ നിന്ന് വരുന്ന വാർത്തകൾ. എന്തുമാത്രം ട്രസ്റ്റ് ഉണ്ട് മറ്റോ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ടെർസ്റ്റഗൻ ഫ്ലിക്കും നല്ല റിലേഷൻഷിപ്പിലല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ആൻഡ് ഇപ്പം കേൾക്കുന്ന വാർത്ത ജോൺ ഗാർഷഡിയിൽ ബാർസലോണ നെക്സ്റ്റ് വീക്കിൽ കാര്യങ്ങൾ സെറ്റാക്കും. എസ്പെഷ്യലി ബാർസലോണ ഇപ്പം ഫൈനാൻഷ്യൽ പ്രപ്പോസൽ, അതായത് അവരുടെ ബുക്സിന്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ബാർസലോണ ലലീഗയുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാർസലോണ ബിലീവ് ചെയ്യുന്നത് 1:1 ഒഫീഷ്യലി ആവുമെന്നാണ്. സോ ലലീഗ ഈ നെക്സ്റ്റ് വീക്ക് വല്ലതും ഒഫീഷ്യലായിട്ട് എത്രയാണ് ബാർസലോണ സ്പെൻഡിങ് ലിമിറ്റ് എന്നുള്ള ഒരു വെർഡിക്റ്റ് വന്നതിന് ശേഷം ജോൺ ഗാർഷഡിയിലും ബാർസ പെർമനന്റ് ആക്കാം. ജോൺ ഗാർഷ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും, ഷെസ്നി സെക്കൻഡ് ചോയ്സ് ആയിരിക്കും. ഇവരുടെ പിന്നിൽ തേർഡ് ചോയ്സ് ആയിട്ടായിരിക്കും ടെർസ്റ്റഗൻ നെക്സ്റ്റ് സീസൺ ഉണ്ടാവുക എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. സോ ലെറ്റ്സ് സീ. അതുപോലെ തന്നെ ബാർസലോണയെ തന്നെ നിൽക്കുമ്പോഴേക്കും ഫ്രാങ്കി ഡിയോങ്ങിന്റെ ഒരു ന്യൂസും കൂടെ ഉണ്ട്. ഫ്രാങ്കി ഡിയോങ്ങിന് ഏജന്റിനെ മാറ്റാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത്. സോ ഫ്രാങ്കി ഡിയോങ്ങും ബാർസലോണയും തുടരാനായിട്ട് തന്നെയാണ് പ്ലാൻ. ഫ്രാങ്കി ഡിയോങ് ബാർസലോണ വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസൽ ഉണ്ടല്ലോ, സാലറി കുറച്ചുകൊണ്ടുള്ള, അഥവാ ബാർസലോണയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. സോ അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ പുള്ളിയുടെ ഏജന്റാണ് അത് സമ്മതിക്കാതിരിക്കുന്ന എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ആ ഏജന്റിനെ മാറ്റിയിട്ട് പുതിയൊരു ഏജൻസിനെ പുള്ളി അപ്പോയിന്റ് ചെയ്യും. അതിനുശേഷം ബാർസലോണയും ഡിയോങ്ങും തമ്മിൽ കോൺട്രാക്ട് റിന്യൂ ചെയ്യും എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ നിക്കോ വില്യംസ് ആകെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. സോ നിക്കോ വില്യംസിന് വേണ്ടി ചെൽസി സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നാണ് വാർത്തകൾ വരുന്നത്. നിക്കോ വില്യംസിനെ 2022 തൊട്ടേ ചെൽസി ട്രാക്ക് ചെയ്യുന്ന പ്ലെയർ ആണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ചെൽസി സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ നിക്കോ വില്യംസിന്റെ സാലറി ഡിമാൻഡ്സ് ഭയങ്കര ഹൈ ആണ്, ക്ലോസ് ടു 400K. അത് മാത്രമല്ല പുള്ളിയുടെ ഏജന്റിന് സൈനിങ് ഓൺ കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡും ഉണ്ടെന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് 58 മില്യൺ യൂറോസ് ആണ് ആളുടെ റിലീസ് ക്ലോസ്. അത് ഒരു ക്ലബ്ബുകൾക്ക് ഒരു തലവേദനയില്ല. നിക്കോ വില്യംസ് പോലത്തെ ഒരു പ്ലെയറിന് 58 മില്യൺ യൂറോസ് ഇസ് എ റിയലി ഗുഡ് പ്രൈസ്. പക്ഷേ ആളുടെ സാലറി ഡിമാൻഡ്സും ആളുടെ ഏജന്റ് കമ്മീഷനും പിന്നെ പ്ലെയറിനും എന്തോ ഒരു കമ്മീഷൻ വേണമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പല ക്ലബ്ബുകളെ ആ ഒരു ഡീലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നത് കേൾക്കുന്നു. പിന്നീട് കേൾക്കുന്ന ഒരു വാർത്ത എന്നാന്ന് വെച്ചാൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കാണ് ഇത്ര ഹൈ ഡിമാൻഡ്സ് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത് എന്തുമാത്രം ട്രൂത്ത് ആണെന്ന് അറിയത്തില്ല. പക്ഷേ ബിൽബാവോ എന്നൊക്കെയുള്ള ചില ന്യൂസുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒന്നെങ്കിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവായിട്ട് റിന്യൂ ചെയ്യും. 10 മില്യൺ യൂറോസ് ആൾക്ക് സാലറി കിട്ടത്തക്ക രീതിയിൽ ഒരു പ്രപ്പോസൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവിന്റെ തന്നെ ഹിസ്റ്ററിയിലാണ് വൺ ഓഫ് ദി ഇഫ് നോട്ട് ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയറിന്റെ ഹിസ്റ്ററി ആയി മാറും. അതുപോലെ തന്നെ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പെയിനിൽ നിന്നുള്ള ക്ലബ്ബുകൾ, അതായത് ബാർസലോണ, അത്ലറ്റിക്കോ ഓർ റയൽ മാഡ്രിഡ് താരത്തിന് വേണ്ടി ഇൻട്രസ്റ്റഡ് ആണ്, പ്രപ്പോസലായിട്ട് വരുവാണെങ്കിൽ ഈ 400K സാലറി ഡിമാൻഡ്സ് ആയിരിക്കത്തില്ല ആൾക്ക്, അതിലും കുറവായിരിക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. താരത്തിന് സ്പെയിനിൽ തന്നെ തുടരാനാണ് താല്പര്യം. അതേസമയത്ത് പ്രീമിയർ ലീഗിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ മറ്റോ മാറണമെങ്കിലും പുള്ളിക്ക് ഇത്ര ഹൈ സാലറി ഡിമാൻഡ്സ് ആണ് ഉള്ളോ എന്നുള്ള രീതിയിലാണ് സ്പെയിനിൽ നിന്ന് വരുന്ന വാർത്തകൾ. സോ ലെറ്റ്സ് സീ. ബാർസലോണ അസ് ഓഫ് നോ ഈ ഡീൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഫാൻ ബേസിനിടെ നല്ല പ്രഷർ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നില്ല. റയൽ മാഡ്രിഡ് താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്ന ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് എന്തായാലും നടത്തത്തിൽ അതിന് ശേഷം പിന്നീട് വരുമെന്നുള്ള കാര്യം അറിയത്തില്ല. മെയിൻലി റയൽ മാഡ്രിഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. സ്കൈ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ആള് ആ ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി മസ്തുവാൻഡുവാനയുടെ സൈനിങ്ങും ഗൂളറെ ബ്രഹീം ഡിയാസ് ഓൾറെഡി നമുക്കറിയാം അവിടെ വിനീഷ്യസ് ജൂനിയറും
എംബാപ്പയുണ്ട്. സോ ഇനി മസ്തുവാൻഡുവാനോ, ഗൂളർ, ബ്രഹീം ഡിയാസ് ഇങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സിനോടൊപ്പം എന്തായാലും ആൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ആൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിക്കാൻ കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, തുടരാനായിട്ടുള്ള സാധ്യതയുണ്ട്, പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ റയൽ മാഡ്രിഡ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 100 മില്യൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിലൊക്കെ എന്തുമാത്രം ട്രൂത്ത് അറിയത്തില്ല. പക്ഷേ സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന ആർസണൽ സിറ്റുവേഷനിൽ അവെയർ ആണെന്നുള്ള രീതിയിൽ സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു. സോ അവിടുന്ന് ആംഗെ പോസ്റ്റക്കോഗ്ലു സാക്കായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ ആളുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരാൻ പോകുന്നത് തോമസ് ഫ്രാങ്ക് ആണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്തകൾ. മാർക്കോ സിൽവനെ കൺസിഡർ ചെയ്തായിരുന്നെങ്കിലും തോമസ് ഫ്രാങ്ക് ആണ് ഫസ്റ്റ് ചോയ്സ്. ഡിസർബിയുടെ മുമ്പിൽ ഒരു സമീപനമായിട്ട് ചെന്നെങ്കിലും ഡിസർബി റിജക്ട് ചെയ്തു എന്ന് ഫാബ്രിസിയോ കൺഫേം ചെയ്തിരുന്നു. ആൾ മാർസെ തന്നെ തുടരാൻ തീരുമാനമെടുത്തു. ആളുടെ ഇന്ററിനും താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ മാർസെ തുടരാനാണ് ആളുടെ പ്ലാൻ എന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റർ പുതിയ കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പം ടോട്ടൻഹാം തോമസ് ഫ്രാങ്കിന്റെ ആയിട്ട് ടേംസ് അഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെൻഫോർഡ് ബ്ലോക്ക് ചെയ്യത്തില്ല. തോമസ് ഫ്രാങ്കിന് താല്പര്യമുണ്ട്. തോമസ് ഫ്രാങ്ക് ബ്രെൻഫോർഡിന് മുമ്പിൽ തനിക്ക് മാറണമെന്നുള്ള ആ ഒരു ഡിമാൻഡ് വെക്കുകയാണെങ്കിൽ ഒരു മുടക്കമില്ലാതെ ബ്രെൻഫോർഡ് വിടും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. സോ തോമസ് ഫ്രാങ്ക് ആയിരിക്കും പുതിയ ടോട്ടൻഹാമിന്റെ കോച്ച് അസ് തിങ്സ് സ്റ്റാൻഡ്സ്. ഇനി ലാസ്റ്റ് മൊമെന്റ് വല്ലതും മാറ്റങ്ങൾ വരുമോ എന്ന് അറിയത്തില്ല. ഒഫീഷ്യൽ ആയിട്ടില്ല, പക്ഷേ ഡീൽ പ്രോഗ്രസ് ചെയ്യണം. ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് ബൈ. ഒരു 1.5 ബൈ തന്നെയായിരിക്കും. സൂപ്പർ ബൈ ആയിരിക്കും തോമസ് ഫ്രാങ്ക്, പ്രീമിയർ ലീഗ് പ്രൂവൺ മാനേജർ. സോ ലെറ്റ്സ് സീ ആളെ എങ്ങനെ ബാക്ക് ചെയ്യുമെന്ന് നോക്കാം ടോട്ടൻഹാം മാനേജ്മെന്റ്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, അൽ ഹിലാലിന്റെ കോൺട്രാക്ട് പ്രപ്പോസൽ ഇപ്പം വിക്ടർ ഓസിമൻ അഗ്രി ചെയ്തിരിക്കുകയാണ്. അൽ ഹിലാൽ നാപ്പോളി ഡിമാൻഡ് ചെയ്യുന്ന 75 മില്യൺ യൂറോസ് മീറ്റ് ചെയ്യാൻ ഇപ്പോൾ റെഡിയായി. സെക്കൻഡ് ഓഫ് ഓൾ 35 മില്യൺ യൂറോസിനോടൊപ്പം ബോണസസും കൂടെ ഉൾപ്പെടെ ഒരു പ്രപ്പോസൽ വിട്ട് സാലറി കൂട്ടി. അതായത് 35 മില്യൺ ഫിക്സഡ് കിട്ടും, എക്സ്ട്രാ ബോണസ്. നേരത്തെ 35 മില്യൺ ടോട്ടൽ പാക്കേജ് ആണ്, ഇപ്പോൾ 35 മില്യൺ ബോണസ് കൂടാതെ തന്നെ കിട്ടത്തക്ക രീതിയിൽ ഒരു പ്രപ്പോസലാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 35 മില്യൺ പ്ലസ് ബോണസസിന്റെ ഒരു സാലറി പാക്കേജിന് വിക്ടർ ഓസിമൻ അൽ ഹിലാലിൽ ചേരും. സോ എവറിത്തിങ് വെർബലി അഗ്രി ചെയ്തു എന്നാണ് ഫാബ്രിസിയോടെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കാര്യങ്ങൾ ഒരു അല്പം ഡിഫിക്കൽട്ട് ആവുകയാണ്. മറ്റൊന്നുമല്ല, ന്യൂകാസിൽ യുണൈറ്റഡിന് ഒന്ന് PSRന്റെ കാര്യത്തിൽ കുറച്ച് വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു പിടിയുണ്ട്. ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് റിലീവ് ചെയ്യാനായിട്ട്. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ മാനേജ്മെന്റിൽ നിന്ന് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ അവർ റിയലി അൺഹാപ്പി ആണെന്നാണ്. അത് ഒന്നാമത് ഇവർ ഈ സൗദി ബാക്ട് ഇതായതിനാൽ തന്നെ ഒരു എക്സ്ട്രാ പേയ്മെന്റ് ന്യൂകാസിലിന്റെ കയ്യിൽ നിന്ന് ക്ലബ്ബുകൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചെയ്യുവാണ്. അത് ന്യൂകാസിൽ മാനേജർ നല്ല രീതിയിലല്ല അവരെടുത്തിരിക്കുന്ന രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ന്യൂകാസിലെ എലാങ്കയിലും റോഡ്രിഗോ മുനോസിലും ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എലാങ്കയ്ക്ക് 50 മില്യൺ പൗണ്ട്സ് കുറഞ്ഞ് കൊടുക്കത്തില്ല എന്നുള്ള വാശിയിലാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. റോഡ്രിഗോ മുനോസിന്റെ കാര്യം അറിയത്തില്ല, അത് കോൺട്രാക്ട് സിറ്റുവേഷൻ അവർ നോക്കുന്നുണ്ട്. സോ ന്യൂകാസിൽ ജാക്ക് ഗ്രീലിഷിലും ന്യൂകാസിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആസ്റ്റൺ വില്ലയും ജാക്ക് ഗ്രീലിഷിലും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. കൂടാതെ ന്യൂകാസിൽ മറ്റ് പല ഡീൽസിലും അവെയർ ആണ്, അവർ നോക്കുന്നുണ്ട്. ഇപ്പൊ എംബൂമോ ഡീൽ അവർ നോക്കിയതാണ്, പക്ഷേ എംബൂമോയ്ക്ക് ന്യൂകാസിൽ വേണ്ട, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മതി എന്നുള്ള ഒരു ഡിസിഷനാണ് എടുക്കുമായിരുന്നു. സോ ന്യൂകാസിൽ യുണൈറ്റഡ് മാർക്കറ്റിൽ ആക്റ്റീവ് ആണ്. സോ കീപ്പ് ആൻ ഐ ഓൺ ബിസക് as well. ബിസക്കിനെ 40 മില്യൺ യൂറോസിന് ഇന്റർ മിലാൻ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ ടോട്ടൻഹാം ഹോട്ട്സ്പർ ബിഹൈൻഡ് ദ സീൻസ് ബിസക് ഡീലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. റൊമേറോ പേഴ്സണലി ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് മറ്റോ വല്ലതും ഇടുവാണെങ്കിൽ ബിസക് ഡീൽ കാര്യം എളുപ്പമാകും തോന്നുന്നുണ്ട്. റൊമേറോയ്ക്ക് 60 മില്യൺ പൗണ്ട്സ് ആണ് ഇവർ ടോട്ടൻഹാം ഡിമാൻഡ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ക്യൂട്ടി റൊമേറോ എന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സോ അവരുടെ പ്ലാൻസ് റൊമേറോ കീപ്പ് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ റൊമേറോ പുഷ് ചെയ്യുവാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് സീരിയസ്ലി വരുവാണെങ്കിൽ 60 മില്യൺ പൗണ്ട്സ് ഈസ് ആസ്കിംഗ് പ്രൈസ്. ബിസക് ആയിരിക്കും റൊമേറോയുടെ റീപ്ലേസ്മെന്റ് എന്നും വാർത്ത കേൾക്കുന്നുണ്ട്. 40 മില്യൺ യൂറോസിന് ബിസക് അവൈലബിൾ ആവും. അതുപോലെ തന്നെയാണ് ഡൊണറൂമയുടെ കാര്യം. ഡൊണറൂമേനെ 40 മില്യൺ യൂറോസിന് മാർക്കറ്റിൽ ഇപ്പം PSG അവൈലബിൾ ആക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഡൊണറൂമ 2026 കോൺട്രാക്ട് തീരുവാണ്. ഇവൻ ദോ PSG എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഡൊണറൂമയുടെ ഡിമാൻഡ്സ് ബിറ്റ് ഹൈ ആണ്. പേഴ്സണൽ ടേംസ് അവർക്കിടയിൽ ഇപ്പം അഗ്രി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ PSG റൈറ്റ് പ്രൈസ് 40 മില്യൺ യൂറോസിന് ഡൊണറൂമനെ വിൽക്കാൻ റെഡി ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണ് ഡൊണറൂമയുടെ. സിറ്റിയുടെ പേര് കേൾക്കുന്നുണ്ട്, യുവന്റസിന്റെ പേര് ഇപ്പോഴും കേൾക്കുന്നുണ്ട്, പിന്നെ AC മിലാന്റെയും ഇന്റർ മിലാന്റെയും പേര് കേൾക്കുന്നുണ്ട്. മെയിൻലി ഇന്റർ മിലാനോട്ട് നല്ല ലിങ്ക്സ് കാണുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ മൈക്ക് മാഗ്നാന് 15 മില്യൺ യൂറോസിന്റെ ആഡ് ഓൺസ് ഉൾപ്പെടെ അടങ്ങുന്ന 15 മില്യൺ തൊട്ട് താഴെ അല്ല ആ റേഞ്ച് നിൽക്കുന്ന ഒരു പാക്കേജ് ചെൽസി വിട്ടെന്നും അത് AC മിലാൻ റിജക്ട് ചെയ്തെന്നും വാർത്ത വരുന്നുണ്ട്. ഒരു 25 മില്യൺ യൂറോസിന്റെ പാക്കേജിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ചെൽസി ഗിറ്റൻസ് ഡീല് ക്ലബ് വേൾഡ് കപ്പിന് ശേഷം നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തതും
ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് അത് ഡൺ ആക്കാനായിട്ട് ഒരു റഷും ചെൽസിക്കില്ലെന്നും വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഓവറോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ.